നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ. ഈ നശിച്ച ആരെവിടെയും ആ പഴച്ച വാളും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം കൊടുത്തത്. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു. അത് എവിടെയാണ്? എവിടെയാണോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. 100 അങ്ങോട്ട് അടുക്കാൻ വേണ്ട. ആ വാളിന്റെ കാര്യമല്ല പറഞ്ഞത്. നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ ഞാൻ വിളിക്കുന്നു. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയവന്മാരെ ഒപ്പിച്ച പോലെ. എന്റെ പൊന്നു മഹാരാജാവേ, നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരില്ലോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ, ഇതാരാ? അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലക്കാരനാണോ? പാലക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ എന്ന് വെച്ചാൽ ഞാൻ വെച്ചിട്ട് മരപ്പട്ടി കൂട്ട്. ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ട്. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്ക്. തുടങ്ങിയപ്പോൾ 11 ആയി, പിന്നെ 12 ആയി, അവസാനം 1
പ്രിയതമേ, ഭ്രാന്താ? നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ. ഹലോ. ഓ, റോസിമച്ചൻ speaking. അതെ, 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 അതെ. അയ്യോ, ഇന്നത്തെ ഡോക്ടർക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതെന്താ ഡ്രസ്സിംഗ് ഇടാം? ഓ, ഇന്ന് കണ്ണ് കാണാൻ വരുന്ന ദിവസമാ. No, 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 no. എന്നെയല്ല, എന്റെ മകളെ. Yes, yes, yes. My only daughter. Okay, bye bye. അയ്യോ, ആരാ ഇത്? ആര് വരൂ? നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കനെ കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷേ ഏതാ ഈ കൺമൺ? എന്താ? നാം ആരാണെന്ന് ഈ വാക്കിന്റെ വിക്രികളോട് പുലമ്പിക്കൊടുത്തു. അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. അയ്യേ, ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലെയുള്ള മകൻ, ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാതീരെ അവൻ കൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യ കാണും ചെറുക്ക ശ്യാമളൻ കോമളൻ. തുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാതീ. സത്യമല്ല, ആരാണ് അതെ, കണ്ടത് സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണ്. I am the father of your Maimon, okay? ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിലെടുക്കാൻ വന്നാണല്ലേ? ഇങ്ങോട്ട് മാറിക്കണ. എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. ഹലോ, അച്ഛൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. Yes, sir. എല്ലാരും കൂടി എന്നെ പേടിക്കുന്നു. പോയി വിളിച്ചോളാം. പോടാ അവിടുന്ന്. ആ, പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ പുണ്യവാസം കാട്ടിലെന്നാൽ നിന്റെ മുതലാൻ മത്സരാക്കും. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ പൂവാനും. ലോകത്തെ കൊണ്ടുപോയി കൈകപ്പഴിച്ചു വെച്ച് മുട്ടക്കിടിയിരിക്കും ഞാൻ. നട്ടയിൽ ചെന്തവിലെ മർമ്മത്തിലാത്തി കൊണ്ട് അഞ്ചെട്ട് കുത്തുകുത്തും ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കിനെ വിളിക്കണം. മഹാരാജാവിന്റെ ജീവന്റെ പുത്രൻ പട്ടുണ്ണിക്കുമാരൻ പെണ്ണെവിടെ? അവളെ വിളിക്കുക. ആ, എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി സാർ ഞാൻ നിന്നെ എത്തിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? എടേ, മോളെ ലോകത്തിന്റെ ഇറക്കി. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ നിന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തി ചാർജ് നടത്താം. ഇത് നമ്മെ തട്ടിക്കൊല്ലാൻ പോവുകയാണോ? എടോ, വിവരമില്ലാത്ത രാജാവേ, എന്തോ? നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരുന്നത് എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം
വിശ്രമം. എന്താ ആ ഇനി തന്നെ പൊള്ളിപ്പോയി. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചായ. അതല്ല പിന്നെ എന്നെ ഇഷ്ടമായോന്ന് അയ്യോ നിന്നെ എനിക്ക് ഭയങ്കര ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പിന്നെ പെണ്ണെ ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്ത് എന്നെ തുറച്ചു പോകുന്നത്? അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചാടി കുടിച്ച അവൻ ചേട്ടനെ നോക്കാതിരിക്കോ അല്ല പെണ്ണെ നിനക്കെന്താ പണി? തയ്യല പോക്കറ്റടിക്കോ? പോക്കറ്റ് മാത്രല്ല കയ്യും വെട്ടും കഴുത്തും വെട്ടും ചേട്ടന്റെ അല്ല തുണിയുടെ ഞാൻ പേടിച്ചു പോയി. പെണ്ണെ നിനക്ക് എന്നെ ഇഷ്ടമാണോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാനെന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ പെണ്ണെ നീയൊരു ഡയറി ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ എന്താ ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു കൊള്ളാം. അതൊക്കെ പോട്ടെ. പെണ്ണെ എന്റെ കൂടെ താമസിക്കാൻ ചൂടുപോകാം പെൺകൊടി ഊട്ടി വഴി തേക്കടിക്കൊരു കൂട്ടുവരും പെൺകൊടി മുംബൈ കാണാടി പുറകെ താജ്മഹൽ കാണാടി ഗോവ കാണാടി അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി ഒരുങ്ങി വന്നാൽ നമുക്ക് ഓരിഞ്ചാടി. അയ്യോ ടൂറ് പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും ഞാൻ കെട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞത് തന്നെ കാര്യം. നിർത്തൂ. നിർത്തണം, stop. എന്താണ് ഇവിടെ ഒരു ബഹളം, കൂത്തുബഹളം? ഈ ഒന്നും എത്രയാണ്? എന്നാലേ ഈ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരനെന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നു മോനെ പോലീസുകാരൻ കേസ് കൊടുക്കുന്നു പറഞ്ഞത് അസത്യമാണ് അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന് ആ സത്യം ഞാൻ തുറന്നു പറയാം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂർ പോയപ്പോഴും മത്തായി ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂർ പോയപ്പോഴും പിന്നെ കനികാന്തൻ ചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചോണ്ട് വന്നത് എടോ രാജാവേ, ഈ കല്യാണം നടന്നാൽ എന്താ കുഴപ്പം? അത് ശരി. ഇത്രയും പേര് കൂടെ ഒളിച്ചോടി പോയ പെണ്ണെ എന്റെ മോന്റെ തന്നെ കെട്ടിവെക്കാനല്ലേ പോവോ? നിർത്ത്. ഇത്രയും അനുഭവസമ്പത്തുള്ള ഈ തരുണിമണിയെ കിട്ടിയാൽ എന്താ കുഴപ്പം? സാധ്യമല്ല. എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരെ പുറകെ നടന്ന് അടി കൊണ്ടിട്ടുള്ളവനല്ലോ. അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ് സൗഭാഗ്യം. ആട്ടെ, കാർത്തിക ശിരോമണി, ഇവിടെ കിട്ടിയാൽ നമ്മുടെ കുക്കറിന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം.
Thank you.